എന്താണ് PMAY പദ്ധതി? നമുക്ക് ഒന്ന് പരിശോധിച്ചു നോക്കാം. PMAY അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നത് രാജ്യത്തെ ഭവനരഹിതർക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ്. സ്വന്തമായി സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്കും ഭവനമില്ലാത്തവർക്കും എല്ലാവർക്കും വീട് എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് PMAY. പദ്ധതി കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ആരംഭിച്ചത് 2015-ലാണ്. 2015 ജൂൺ 25-നാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള തീരുമാനമെടുത്തത്. കേരളത്തിൽ ഇത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ചേർത്താണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും നടപ്പിലാക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ എന്താണ് എന്നത് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രധാനമായും രണ്ടായും തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് PMAY-G, രണ്ടാമത്തത് ഗ്രാമീണ മേഖലയിലെ ദരിദ്രർക്കും ഭവനരഹിതർക്കുമുള്ള പദ്ധതിയാണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. 98,61,000 ലക്ഷം വീടുകൾ ഈ പദ്ധതിക്ക് കീഴിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. കേരളത്തിൽ 39,669 വീടുകളും ഈ പദ്ധതിയുടെ കീഴിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പദ്ധതി, രണ്ട് പദ്ധതിയായി തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒന്ന് ഗ്രാമീണ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. രണ്ടാമത്തേത് അർബൻ മേഖലയിൽ നടപ്പിലാക്കുന്നതാണ്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയമാണ് ഇത് നടപ്പിലാക്കുന്നത്. 98,61,000 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. കേരളത്തിൽ 1,42,057 വീടുകളും ഈ പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നതാണ്. രാജ്യത്ത് 98 ലക്ഷം വീടുകൾ, കേരളത്തിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വീടുകളും ഈ പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ തുകയുടെ വിഹിതം എങ്ങനെയാണ് എന്നത് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര വിഹിതം 72,000 രൂപയാണ്. സംസ്ഥാന വിഹിതം പ്ലസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഹിതം. കേന്ദ്ര സർക്കാരിന്റെ വിഹിതമുണ്ടാകും, സംസ്ഥാന സർക്കാരിന്റെ വിഹിതമുണ്ടാകും, അതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമായുള്ള പണവും ലഭിക്കും. ഇതിൽ ഈ വിഹിതം എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളുടെയും സാഹചര്യങ്ങൾ പ്രകാരം വ്യത്യസ്തമായിരിക്കും എന്നുള്ളതും പ്രധാനമാണ്. കേന്ദ്രവിഹിതമായി ഇനി ഇത് ഗ്രാമീണ പദ്ധതിയുടേതാണ്. അർബൻ മേഖലയിൽ നടക്കുന്ന പദ്ധതിയിലാണെങ്കിൽ കേന്ദ്രവിഹിതം 1.5 ലക്ഷം രൂപയാണ്. ഇതിന്റെ ഇരട്ടിയോളം വരും. സംസ്ഥാന വിഹിതം പ്ലസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വിഹിതം എന്ന നിലയ്ക്ക് ആ തുക ലഭ്യമാവുകയും ചെയ്യും. ഇനി കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തുക എന്നുള്ളത്. ആ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം PMAY പദ്ധതി പൂർത്തിയാക്കുന്ന വീടുകളിൽ ലോഗോയും വിവരങ്ങളും പ്രദർശിപ്പിക്കേണ്ടത് നിർബന്ധമാണ്. PMAYയുടെ ഒറിജിനൽ ലോഗോ പ്രദർശിപ്പിക്കണം. ഗുണഭോക്താവിന്റെ പേര് അവിടെ എഴുതണം. ഗുണഭോക്താവിന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പേര് രേഖപ്പെടുത്തണം. നിർമ്മാണം പൂർത്തിയായ വർഷം രേഖപ്പെടുത്തണം. വീട്ടു നമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വിവരങ്ങൾ. ഇങ്ങനെ ഒരു ലോഗോയാണ് അതിന് മുന്നിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. PMAYയുടെ ഒറിജിനൽ ലോഗോ, ഗുണഭോക്താവിന്റെ പേര്, ഭർത്താവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ പേര്, നിർമ്മാണം പൂർത്തിയായ വർഷം, വീട്ടു നമ്പർ, മുനിസിപ്പാലിറ്റി വിവരങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. പദ്ധതിയുടെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനും ജിയോ ടാഗിംഗ് പ്രക്രിയ സുഗമമാക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ഈ ബ്രാൻഡിംഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നതാണ് വിശദീകരണം.